ഹായ് ഹലോ, പ്രീതാസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. കുട്ടികൾക്ക് വെക്കേഷനൊക്കെ തുടങ്ങി, എല്ലാവരും വീടുകളിൽ തന്നെ ഉണ്ട്. അമ്മമാർക്കൊക്കെ നല്ല തിരക്കുള്ള സമയമായിരിക്കും ഇപ്പോഴല്ലേ. 10ാം ക്ലാസ്സുകാർക്കും പ്ലസ് ടുക്കാർക്കും എല്ലാം എക്സാം കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് 10ാം ക്ലാസ്സുകാരും പ്ലസ് ടുക്കാർക്കും ആയിരിക്കും. ഇനിയിപ്പോൾ അടുത്ത കോഴ്സ് എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു ചിന്തയിലായിരിക്കും അമ്മമാരും രക്ഷകർത്താക്കളും കുട്ടികളും എല്ലാം. അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കണ്ട. മാർക്ക് വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് തിരഞ്ഞെടുത്ത് പഠിക്കുക. ഇപ്പം പ്ലസ് ടുവിന് തന്നെ എല്ലാ കുട്ടികൾക്കും പ്ലസ് ടുവിന് സയൻസ് ഗ്രൂപ്പ് കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. ഒരു ആവറേജ് മാർക്കുള്ള കുട്ടിക്കും ഹൈ മാർക്കുള്ള കുട്ടികൾക്കും എല്ലാം പ്ലസ് ടുവിന് സയൻസ് ഗ്രൂപ്പ് മതി. ഹ്യൂമാനിറ്റീസ് ആർക്കും വേണ്ട, കൊമേഴ്സ് ആർക്കും വേണ്ട. നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും, നമ്മുടെ ഒരു വിദ്യാഭ്യാസ നിലവാരത്തിനനുസരിച്ച് അത് ആ ഗ്രൂപ്പ് എടുത്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം സയൻസൊക്കെ നല്ല ടഫാണ് പ്ലസ് ടുവിന്. അത് പഠിച്ചെടുക്കണമെങ്കിൽ നല്ല ബുദ്ധിയുള്ള കുട്ടികൾക്ക് കൊണ്ടേ പറ്റുള്ളൂ. 10ാം ക്ലാസ്സിലെ കണക്ക് ഉളപ്പി പ്ലസ് ടുവിന് മാർക്ക് മേടിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. അതുകൊണ്ട് പ്ലസ് ടുവിന് നല്ല പഠിക്കുന്ന കുട്ടികൾ, നല്ല ഒരു അവർക്ക് പഠിച്ചെടുക്കാൻ പറ്റും എന്ന് തോന്നുന്ന കുട്ടികളൊക്കെ പ്ലസ് ടു സയൻസ് ഗ്രൂപ്പ് എടുക്കുക എന്നുള്ളതാണ് നല്ലത്. അല്ലാത്ത കുട്ടികൾ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ എടുക്കുക എന്ന് പറഞ്ഞ് ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ എടുക്കുന്ന കുട്ടികളൊന്നും മോശം ഉണ്ടായിട്ടല്ല. ഈ സയൻസും കണക്കും ഒക്കെ പഠിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഇതാണ് നല്ലത്. നല്ല ജോലി സാധ്യതകളുള്ളതാണ് ഹ്യൂമാനിറ്റീസും കൊമേഴ്സും ഒക്കെ. ഹ്യൂമാനിറ്റീസൊക്കെ എടുത്താൽ നല്ല IAS വരെ എഴുതിയെടുക്കാൻ നല്ല ഇതുണ്ട്. അതാർക്കും അറിഞ്ഞൂടാത്തതും ഉണ്ട്. പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ 3rd ഗ്രൂപ്പ് എന്നായിരുന്നു പറയുന്നത്. 3rd ഗ്രൂപ്പ് എടുക്കുന്നവരെല്ലാം പഠിക്കാൻ മോശമുള്ള കുട്ടികളാണ് 3rd ഗ്രൂപ്പ് എടുക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ 3rd ഗ്രൂപ്പ് എടുത്ത് നല്ല നിലയിലായ ഒരുപാട് കോളേജ് ലെക്ചർമാരും നല്ല ടെസ്റ്റ് എഴുതി ജോലി മേടിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഹ്യൂമാനിറ്റീസ് ഒന്നും എടുക്കുന്നവർ മോശക്കാരൊന്നും അല്ല. അതുപോലെ കൊമേഴ്സ് എടുത്ത് പഠിച്ചാലും നല്ല BBA MBA അതേപോലെ BCom MCom CA എല്ലാത്തിനും പോകുന്നതിനും ഏറ്റവും നല്ലത് കൊമേഴ്സ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കുകയാണ്. ഒരു ഗ്രൂപ്പും മോശമൊന്നുമല്ല. പിന്നെ പ്ലസ് ടു സയൻസ് എടുക്കുന്ന കൂടുതൽ കുട്ടികൾക്കും ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം എന്നുള്ളൊക്കെ ചിന്തയിൽ പിന്നെ മെഡിക്കൽ ഫീൽഡിലേക്ക് കടക്കുന്ന കുട്ടികളൊക്കെയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ റെസ്ട്രിക്ഷൻ ഇല്ലെന്ന് തോന്നുന്നു. ഏത് ഗ്രൂപ്പ് എടുക്കുന്നവർക്കും എല്ലാം പഠിക്കാമെന്ന് തോന്നുന്നു. സയൻസ് ഗ്രൂപ്പ് എടുക്കുന്നവർ മാത്രം മെഡിക്കൽ ഫീൽഡിൽ പഠിക്കണമെന്നില്ല, എല്ലാം പഠിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴങ്ങനെ നിയമം ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് അതൊന്നും ഓർത്താരും വിഷമിക്കേണ്ട. അവരവരുടെ മാർക്കിനനുസരിച്ച് അവരവർക്ക് എന്ത് പഠിക്കാൻ പറ്റും, പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ പറ്റും എന്നുള്ള അതെടുത്ത് പഠിക്കുക. എല്ലാവർക്കും സയൻസ് ഗ്രൂപ്പ് വേണമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ അതിൽ കിടന്ന് പിടിക്കാൻ നിൽക്കണ്ട. പിന്നെ പ്ലസ് ടു കഴിഞ്ഞുള്ള കുട്ടികൾക്ക് അതിനേക്കാളും ടെൻഷനാണ്. ഇനി അതാണ് ഏറ്റവും വലിയ ടെൻഷൻ. ഏതെങ്കിലും ഒരു കോളേജിൽ ഡിഗ്രിക്ക് പോകുന്ന കുട്ടികളിപ്പോൾ അപൂർവമാണ്. എല്ലാവരും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, നേഴ്സിങ് അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ് എന്നും പറഞ്ഞ് ഒരു വർഷം അങ്ങനെ അതൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ അവരവരുടെ അഭിരുചിക്കനുസരിച്ച്, അല്ലാതെ അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാവരുടെയും ഇഷ്ടം നോക്കിയൊന്നും എടുക്കരുത്. അവരവർക്ക് എനിക്ക് പഠിച്ചാൽ എന്താവാൻ പറ്റും, എനിക്ക് ഈ കോഴ്സ് എടുത്ത് പഠിച്ചാൽ എനിക്ക് താല്പര്യമുള്ള കോഴ്സാണ് എന്ന് കണ്ടെത്തി അതിൽ ചേരുക. അതാണ് പ്ലസ് ടു കഴിഞ്ഞുള്ള കുട്ടികൾ ചെയ്യേണ്ടത്. അതിൽ വലിപ്പച്ചെറുപ്പമോ അല്ലാതെ ഈ കോഴ്സ് പഠിക്കുന്ന കുട്ടികൾ മാത്രം ഇതെടുക്കുക അങ്ങനെയൊന്നുമില്ല. നമ്മുടെ തലച്ചോറിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാൻ പറ്റുന്നത്, നമ്മളെ കൊണ്ട് എന്തൊക്കെ കഴിയും അതനുസരിച്ചുള്ള കോഴ്സുകൾ തിരഞ്ഞെടുത്ത് വേണം പഠിക്കാൻ. അല്ലാതെ എല്ലാവരും അങ്ങ് ഡോക്ടറും എഞ്ചിനീയറും ആയിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ ഡോക്ടർമാരെ കൊണ്ടൊന്നും വഴി നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ഡോക്ടറായാലും MBBS കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു ഡോക്ടറെ അടുത്ത് പോകുമോ? പിന്നെ MDക്ക് പോകണം. MDക്ക് പോയി അതും 1 കോടി 1.5 കോടിയൊക്കെ ചിലവാക്കി പഠിച്ച് പിന്നെ ഒരു ഡോക്ടറാണെന്നുള്ള പേരെടുത്ത് നല്ല ഡോക്ടറാണെന്നുള്ള പേരെടുത്ത് വന്നാൽ മാത്രമേ ആ ഡോക്ടറായിട്ടും വലിയ കാര്യമുള്ളൂ. പിന്നെ ഗവൺമെൻറ് ടെസ്റ്റ് എഴുതി ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ ഡോക്ടറായി കയറി അതൊക്കെ എത്ര വർഷം എടുക്കുമെന്നറിയാമോ ഒരു കരിയർ വികസിച്ച് വരണമെങ്കിൽ. എല്ലാവരും അങ്ങ് ആവുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു പാടറിയാൻ പറ്റുന്നുള്ളൂ. അതിൽ നല്ലത് എത്രയും പെട്ടെന്ന് നമുക്ക് നല്ലൊരു ജോലി കിട്ടുന്ന സാധ്യതയുള്ള കോഴ്സുകൾ, പെൺകുട്ടികൾ പെട്ടെന്ന് നല്ല ജോലി കിട്ടുന്ന ഏതെങ്കിലും കോഴ്സുകൾ എടുക്കുക, പഠിക്കുക. കാരണം അവരെ പെട്ടെന്ന് പിടിച്ച് കല്യാണം കഴിപ്പിച്ചു വിടും. അതാണല്ലോ അച്ഛൻ്റെ അമ്മയുടെ ഒരു പ്രധാനപ്പെട്ട നോട്ടാണ്. ഒരു 22-23 വയസ്സാകുമ്പോഴേ കല്യാണം കഴിച്ചു വിടണമെന്നാണ്. അന്നേരം എത്രയും പെട്ടെന്ന് നല്ല കോഴ്സ് എടുക്കുക, അതിൽ ചേരുക എന്നുള്ളതാണ് പെൺകുട്ടികൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ വേറെന്താ, പിന്നെ കുട്ടികളൊക്കെ ഇപ്പം എന്തായാലും കിട്ടിയ വെക്കേഷൻ അടിച്ച് പൊളിച്ച് സമയം കളയുക, സിനിമയൊക്കെ കാണുക, ഉണ്ടെങ്കിൽ സിനിമയൊക്കെ പോയി കാണുക. ഇപ്പം പിന്നെ ഒരു എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയതിനെക്കുറിച്ചുള്ള ചർച്ചയാണല്ലോ നടക്കുന്നത്.
ഇപ്പോഴത്തെ സിനിമകൾ കൂടുതലും അടി ഇടിയാണ് കൂടുതലും. എമ്പുരാനൊക്കെ എനിക്ക് ടിക്കറ്റൊക്കെ കിട്ടണം പോകണമെന്നൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ എനിക്കിങ്ങനെ അടിയുള്ള സിനിമയൊന്നും കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പോകുന്നില്ല. പിന്നെ അതിൻ്റെ അടി ഇപ്പം ടി വിയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലത്തെ കൊള്ളയും കൊലയൊക്കെ ഉള്ള സിനിമകൾ എന്തിനാണോ എന്തോ. പണ്ട് നമ്മളൊക്കെ കാണുമ്പോൾ എന്ത് നല്ല സിനിമകളായിരുന്നു. തേന്മാവിൻ കൊമ്പത്തും പിന്നെ നാടോടിക്കാറ്റും അങ്ങനത്തെ നല്ല കിലുക്കം, അതേപോലെ നല്ല ചിരിക്കുന്ന നല്ല ഉള്ള സിനിമകളുണ്ടായിരുന്നു. അതുപോലെ സന്ദേശം, ആ സിനിമയൊക്കെ ഇപ്പോഴും നല്ല നമ്മുടെ ഇപ്പോഴും നിലവിൽ ഓടുന്ന നല്ലൊരു സിനിമയാണ് സന്ദേശം. സത്യൻ അന്തിക്കാടിൻ്റെ സിനിമ, അതൊക്കെ അങ്ങനത്തെയൊക്കെയുള്ള കുടുംബപുരാണം അങ്ങനെയൊക്കെയുള്ള സിനിമകളായിരുന്നു. അന്നൊക്കെ ഒരു സന്ദേശം, ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് മനസ്സിനൊരു എന്തെങ്കിലും ഒരു സന്ദേശമുള്ള സിനിമകളായിരുന്നു. ഇപ്പോൾ എല്ലാം അങ്ങ് അടിയും ഇടിയും കുടിയും വെട്ടും കൊലയും എല്ലാ സിനിമകളിലും അതേ ഉള്ളൂ. ഇപ്പം തന്നെ ആ മാർക്കോ എന്നങ്ങോട്ട് പറഞ്ഞ സിനിമ ഒരുവിധം ഇപ്പോൾ ടി വിയിലൊന്നും കാണിക്കേണ്ടെന്ന് വന്നിരിക്കുകയാണ്. ആ സിനിമ കണ്ടിട്ടാണ് അന്ന് 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ പ്രശ്നം ഉണ്ടായപ്പോഴൊക്കെ മാർക്കോ സിനിമ കണ്ടിട്ട് അതിനൊരു ഇമ്പാക്റ്റൊക്കെ പറയുന്ന കേട്ട്. എന്താണെന്ന് അറിയില്ല. പക്ഷേ സിനിമകളിൽ കൂടുതലും ഇതൊക്കെ ലഹരിയും കള്ളും കുടിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ കുട്ടികളുടെ വിചാരം ഇതൊക്കെ അവർ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ തന്നെ നമുക്കും എന്താ ചെയ്താലെന്ന് ഒരു ചിന്ത വരുന്ന സിനിമകളൊന്നും ആദ്യം പോയി കാണാതിരിക്കുന്നതാണ് നല്ലത്. ഏത് സിനിമ എടുത്താലും കള്ളു കുടി കാണിക്കാത്ത ഒരു സിനിമ പോലും ഈ ഇടയ്ക്കൊന്നും ഇറങ്ങിയ ഒറ്റ സിനിമകളിലും ഇല്ല. എല്ലാത്തിലും കള്ളുകുടി, കഞ്ചാവ് കുടി, പിന്നെ ഇടി അടിയങ്ങ് ചരുപുര അടി. പിന്നെ കുറേ പാട്ടുകൾ എന്തിനാണെന്നോ എനിക്ക് ഒരു പാട്ടും ഇഷ്ടമല്ല. ഒരു പാട്ട് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പാട്ട് ഇപ്പോഴത്തെ സിനിമകളിലൊന്നും കാണുന്നില്ല. പണ്ടത്തെ ആ പാട്ടുകളൊക്കെ ഇപ്പോഴും നമ്മളൊക്കെ പിന്നെ ഓൾഡ് ആൾക്കാരെന്നുള്ള രീതിയിലാണ് തള്ളിയിരിക്കുക ആൾക്കാർ. അതുകൊണ്ട് പിന്നെ നമുക്കെങ്കിലും ആ പഴയ പാട്ടുകൾ ഇപ്പോൾ കേട്ടാൽ എല്ലാവരുടെ മനസ്സിലും അത് ഓർമ്മ വരികയും ആ പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കാൻ തോന്നുകയും ചെയ്യും. ഇപ്പോഴത്തെ പാട്ടുകൾ കുറേ ബഹളവും അതിനകത്ത് കുറേ പിന്നെ ഓർക്കസ്ട്രയുടെ ബഹളമായിട്ട് വരികളൊന്നും നമുക്ക് കേൾക്കാൻ ഇല്ല. കേട്ടാലും ആ വരികൾക്കൊന്നും ഒരു അർത്ഥവും ഇല്ലാത്ത കുറേ വരികൾ. എനിക്കുള്ള അഭിപ്രായമാണ് ഞാനീ പറയുന്നത് കേട്ടോ. ഇത് ഇഷ്ടപ്പെടുന്നവരൊക്കെ കാണുമായിരിക്കും ഇപ്പോഴത്തെ പാട്ടുകൾ. എങ്കിലും നമ്മുടെ മനസ്സിൽ തങ്ങിയിരിക്കുന്ന ഒരു വരി പറയാനുണ്ടോ? ഒരു പാട്ടിൻ്റെ ഒരു വരിയുണ്ടോ പറയാം? എന്തൊക്കെയോ കുറേ അക്ഷരങ്ങൾ ചേർത്ത് ഹാ ഹൂ ഹൂ എന്നൊക്കെ കാണിക്കുന്നതല്ലാതെ എനിക്ക് ഒരു പാട്ടും ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോഴത്തെ. ഞാൻ ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ എനിക്ക് പഴയ പാട്ടുകളൊക്കെ ഞാനിട്ട് കേൾക്കുന്നത്. അതിന് എൻ്റെ മക്കളൊക്കെ പറയും അമ്മയ്ക്ക് ഇതൊക്കെ പോലത്തെ പാട്ടുകളെ ഉള്ള ഇഷ്ടമുള്ളൂ എന്നൊക്കെ പറയും. അതൊക്കെ അവരുടെ ഇഷ്ടം. അവർക്കിപ്പോൾ ഈ ഹൂ ഹൂ എന്നുള്ള ഈ ഓർക്കസ്ട്രയും പിന്നെന്തോ ഡി ജെയുടെ ഓരോ സാധനങ്ങൾ വെച്ചിട്ട് ഹൂ എന്ന് അടിച്ച് സൗണ്ട് ഉണ്ടാക്കുന്നതും ഒക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഇഷ്ടം. അവരൊക്കെ ന്യൂ ജനറേഷൻ ആൾക്കാരല്ലേ. അതിൽ നമ്മൾക്ക് ഇനിയിപ്പോൾ കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മളൊക്കെ ഓൾഡ് ജനറേഷൻ ആയിപ്പോയതുകൊണ്ടായിരിക്കും നമുക്കതൊന്നും അത്ര ഇഷ്ടപ്പെടാത്തത്. പിന്നെ എമ്പുരാൻ സിനിമ കുറിച്ചുള്ള ഭയങ്കര ചർച്ചകളും അതിനകത്തുനിന്ന് ഇനിയിപ്പോൾ കുറേ ഭാഗമൊക്കെ വെട്ടിക്കളയുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കൊള്ളാം. ഒരു സിനിമ ഇറങ്ങിയാൽ അത് കാണുന്നവർക്ക് അതിലൊരു സന്ദേശം ഉണ്ടായിരിക്കണം. അതൊരു നല്ല സന്ദേശം. ഇപ്പോൾ ഈ കുട്ടികൾ ഈ ലഹരി എല്ലാത്തിനും എല്ലാ കുട്ടികളും ലഹരി മിക്കവാറും അതിലൊരു അടിമയായി മാറിയിരിക്കുകയാണ്. അതിപ്പോൾ അച്ഛനും അമ്മയും സാറുമാരും പിന്നെ പോലീസും എക്സൈസും എല്ലാം കൂടെ നടന്ന് പിടിച്ചണൊക്കെ പോലും അതിലൊന്നും ഉപയോഗിക്കുന്നവരൊക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. സിനിമകളിലൂടെ അതൊക്കെ ഒന്ന് കുറച്ച് കാണിച്ച് അതിൻ്റെ ദൂഷ്യവശങ്ങളും ഒക്കെ ഒന്ന് കാണിക്കാമെങ്കിൽ എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊക്കെ അതൊരു മാതൃകയാവും. ഈ വലിയ സിനിമാ നടന്മാരെ ആരാധിക്കുന്ന ഒരു സമയമാണല്ലോ ഈ അഡോളസൻസ് ഏജ് എന്ന് പറഞ്ഞാൽ. ആ ഏജിലൊക്കെ ഈ കുട്ടികൾക്ക് ഇത് കാണുമ്പോഴത്തേനും അവരൊക്കെ ഇത് ഉപയോഗിക്കുന്നു കാണിക്കുന്നു, എന്നാൽ പിന്നെ നമുക്കെന്തായാൽ എന്നൊക്കെ കുട്ടികൾക്ക് മനസ്സിലൊരു ചിന്ത വരും. നായകന്മാർക്കാവുമെങ്കിൽ പിന്നെ നമുക്കെന്താ, അവർ ആ സിനിമയിൽ അവരിങ്ങനെ കാണിക്കുന്നു, അങ്ങനെയൊക്കെയുണ്ട്. അത് കുട്ടികളിലൊരു പിന്നെ സ്വാധീനം ചെലുത്തുമെന്നുള്ളത് യാതൊരു സംശയമില്ല, സ്വാധീനം ചെലുത്തും. അതുകൊണ്ട് നല്ല സന്ദേശങ്ങൾ അടങ്ങുന്ന സിനിമകളൊക്കെ ഇറങ്ങുകയാണെങ്കിൽ അത് കൊണ്ടുപോയി കാണിക്കുക കുട്ടികൾ. അതൊക്കെ കുട്ടികൾ പോയി കാണുകയൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോഴത്തെ സിനിമകളൊന്നും അത്ര നല്ല കാണാൻ കൊള്ളാവുന്ന സിനിമകളായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. വെക്കേഷൻ സമയത്ത് നന്നായിട്ട് കളിക്കുക, കുട്ടികൾ നന്നായിട്ട് കളിക്കുക, കളിക്കളങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. ഫുട്ബോള് അല്ലെങ്കിൽ ബാസ്കറ്റ് ബോൾ, അതുപോലെ നമ്മുടെ ബാഡ്മിൻ്റൺ അതൊക്കെ കളിക്കുക. നമ്മളൊക്കെ പണ്ട് കുട്ടിയും കോലും കളിക്കുക, പിന്നെ ഒന്തിത്തൊടിയിൽ കളിക്കുക, പിന്നെ കബഡി എന്നും പറഞ്ഞ് കബഡി കളിക്കുക. അങ്ങനെയൊക്കെ കുട്ടികളെല്ലാം എന്നും അന്നൊന്നും ഈ ടി വി മൊബൈലും ഇല്ലല്ലോ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ മൊബൈലിൽ കുത്തി ഇങ്ങനെ ഇരിക്കുക. മൊബൈൽ രാവിലെ എടുക്കുക, മൊബൈൽ ഇങ്ങനെ കുത്തി കളിച്ച് അതിനകത്ത് അവരങ്ങ് ഹരം കണ്ട്
ഇരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ വന്നേക്കുന്നത്. കുട്ടികൾ സമൂഹമായിട്ട് ഇടപെടുന്നില്ല, സമൂഹത്തിലുള്ള ആൾക്കാരുമായിട്ട് ഇടപെടാതെയും എപ്പോഴും ഈ മൊബൈലിൽ മാത്രം നോക്കിയിരിക്കുകയും മൊബൈൽ കൊടുത്ത് പഠിപ്പിക്കുക. കൊച്ചുനാളിലെ മൊബൈൽ കൊടുത്ത്, പിന്നെ ഈ കൊറോണ വന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ മൊബൈൽ കുട്ടികൾക്ക് കൊടുത്ത് പഠിപ്പിച്ചത്. അന്നേരം അതൊരു ആവശ്യമായിരുന്നു, എല്ലാ കുട്ടികളും പഠിക്കാനും എല്ലാത്തിനും ഈ മൊബൈൽ ആവശ്യം വന്നപ്പോഴാണ് അതൊരു എല്ലാവർക്കും കൊടുത്തത്. അത് സത്യമാണ്. എങ്കിലും അതിലൂടെയാണ് ഈ കുട്ടികൾ ഇത്രയും മൊബൈലിന് അഡിക്റ്റായിപ്പോയി. കളിക്കാനേ പോകത്തില്ല. കളിക്കാൻ പോകാൻ പറഞ്ഞാൽ നിർബന്ധിച്ച് വിട്ടാൽ അങ്ങോട്ടൊന്ന് പോയി കളിക്കുകയും വരും. പക്ഷെ ഇപ്പോഴും കളിക്കുന്ന കുട്ടികളുണ്ട്, നന്നായിട്ട് ഫുട്ബോൾ കളിക്കുകയും. ഒരു 3-3:30 മണി മുതൽ ഒരു 5-5:30-6 മണി വരെ കുട്ടികൾ കളിച്ചോട്ടെ. അവരുടെ ശരീരത്തിനും നല്ലതാണ്, മാനസികമായ ആരോഗ്യത്തിനും എല്ലാത്തിനും അതാണ് നല്ലത്. അതുകൊണ്ട് വെക്കേഷൻ കാലത്ത് അതൊക്കെ ചെയ്യുക. പിന്നെ പാട്ടുകളൊക്കെ പാടുക, കഴിവുള്ള കുട്ടികൾ അത് ചെയ്യുക. അതുപോലെ ഡാൻസ് കളിക്കാൻ കഴിവുള്ളവർ അത് ചെയ്യുക. അത് കഴിഞ്ഞ് വരയ്ക്കാൻ കഴിവുള്ളവർ എവിടെയെങ്കിലും വരയ്ക്കാൻ പഠിപ്പിക്കുന്ന ടീച്ചർമാരുണ്ടെങ്കിൽ അവിടെ പോയി വരയ്ക്കാനൊക്കെ പഠിക്കുകയോ. അങ്ങനെയൊക്കെ നമ്മുടെ വെക്കേഷൻ കാലം ആസ്വാദ്യകരമായി തീർക്കാൻ എല്ലാ കുട്ടികളും രക്ഷകർത്താക്കളും ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ പുതിയ സ്ഥലങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ യാത്രകളൊക്കെ പോയി അതൊക്കെ കാണുകയും, പിന്നെ അമ്പലങ്ങളൊക്കെ സന്ദർശിക്കാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ അതൊക്കെ പോവുകയും, ഇങ്ങനെ യാത്രകളൊക്കെ പോയി നല്ല ഒരു വെക്കേഷൻ കാലം അടിച്ച് പൊളിച്ച് ആഘോഷിച്ച് നന്നായിട്ട് കഴിയാൻ ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.